طلابي الأحباء السلام عليكم ورحمة الله مرحبا بكم جميعا إلى صف جديد. പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ? ലായ സാറ എന്ന പാഠത്തിലെ ചില പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ആ പ്രവർത്തനങ്ങളെല്ലാം നോട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുമെന്ന് കരുതുന്നു. ശരി, നമുക്കിന്ന് ഈ യൂണിറ്റിലെ അസ്സുറഅത്തു ഖാത്തില എന്ന പാഠം വായിക്കാം. നിങ്ങൾ പുസ്തകമെടുത്ത് ശ്രദ്ധിക്കൂ. പാഠം വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. നഖ്റഉൽ ഹിക്കായ. അസ്സുറഅത്തു ഖാത്തില. ذات مساء خرجت سارة مع والدها إلى السوق لاشتراء ملابس العيد. ركب الوالد الجوال ولبس الخوذة وبعد نصف ساعة وصل إلى السوق. قالت سارة: بابا شوف محل الأقمشة أمام موقف الحافلة. قال الأب: نعم ولكن الوقوف هناك ممنوع. നോക്കൂ, നഖ്റഉൽ ഹിക്കായ. നമുക്ക് ഈ കഥ വായിക്കാം. താഴെ പറയുന്ന ഹിക്കായത്ത് വായിക്കാം. അസ്സുറഅത്തു ഖാത്തില. എന്താണ് അർത്ഥം? സുറഅത്ത് നേരത്തെ നമ്മൾ പഠിച്ചാണ്, സ്പീഡ്, വേഗത. ഖാത്തില എന്ന് പറഞ്ഞാൽ കൊല്ലുന്നത് എന്നാണ്, അല്ലേ? ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ്. അപ്പോൾ വേഗത കൊല്ലുന്നതാണ് എന്ന് പറഞ്ഞാൽ വേഗത അത് നാശത്തിന് കാരണമാണ് എന്നാണ് ഉദ്ദേശിക്കുന്ന അർത്ഥം. അസ്സുറഅത്തു സ്പീഡ്, ഖാത്തിലത്തുൻ അത് നാശമാണ്, അത് കൊല്ലുന്നതാണ്. ദാത്ത മസായിൻ ഒരു വൈകുന്നേരം. ഖറജത്ത് സാറ പുറപ്പെട്ടു. മാ വാലിദിഹ തൻ്റെ പിതാവിൻ്റെ കൂടെ. ഇല സൂഖി. സൂഖ് അറിയാലോ, മാർക്കറ്റ്, അങ്ങാടി. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം സാറ തൻ്റെ പിതാവിൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. എന്തിന്? ലിസ്തിറായി മലാബിസിൽ ഈദ്. ഈദ് അൻതും താരിഫൂൻ. ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ അറിയാലോ? അതെ, പെരുന്നാൾ. അപ്പോൾ ലിസ്തിറായി മലാബിസിൽ ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടിയാണ് അവർ പുറപ്പെട്ടത്. അങ്ങനെ റക്കിബൽ വാലിദു അൽ ജവ്വാല. പിതാവ്, ജവ്വാലത്ത് എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ. അപ്പോൾ റക്കിബൽ വാലിദു പിതാവ് കയറി, അൽ ജവ്വാലത്ത സ്കൂട്ടറിൽ കയറി. വലബിസൽ ഖൂദ എന്നിട്ട് അദ്ദേഹം ഖൂദ ധരിച്ചു. ഖൂദ മാന ഹെൽമറ്റ്, അല്ലേ? മോട്ടോർ സൈക്കിളിൽ, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് വേണം? ഹെൽമറ്റ് ധരിക്കണം. അപ്പോൾ ഇവിടെ വലബിസൽ ഖൂദ അദ്ദേഹം ഹെൽമറ്റ് ധരിച്ചു. ഇവിടെ ഖൂദ എന്ന ആ വാക്കിൻ്റെ, ആ വേർഡിൻ്റെ അർത്ഥം പഠിക്കുക. ഖൂദ എന്ന് പറഞ്ഞാൽ ഹെൽമറ്റ്. അപ്പോൾ വലബിസൽ ഖൂദ അദ്ദേഹം ഹെൽമറ്റ് ധരിച്ചു. വബഅദ നിസ്ഫി സാഅത്തിൻ അങ്ങനെ അരമണിക്കൂറിന് ശേഷം വസ്വല ഇല സൂഖി അവർ രണ്ടുപേരും മാർക്കറ്റിൽ എത്തിച്ചേർന്നു. വസ്വല അല്ലേ, രണ്ടുപേരാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു അരമണിക്കൂറിന് ശേഷം മാർക്കറ്റിൽ എത്തിച്ചേർന്നു. കാലത്ത് സാറ. അപ്പോൾ സാറ പറഞ്ഞു: ബാബ, പിതാവേ, ബാബ, ഉപ്പ, ഷുഫ് നോക്കൂ, മഹല്ലുൽ അഖ്മിഷ ടെക്സ്റ്റൈൽസ്. മഹല്ലുൽ അഖ്മിഷ എന്ന് പറഞ്ഞാൽ തുണിക്കട. മഹല്ല് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഷോപ്പ് എന്നാണ്. അഖ്മിഷ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ, തുണികൾ. അപ്പോൾ ടെക്സ്റ്റൈൽസ് അതാ ഉപ്പ. അമാമ മൗഖിഫുൽ ഹാഫില. ഇവിടെ മൗഖിഫുൽ ഹാഫില എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ്. മൗഖിഫുൽ ഹാഫില ബസ് സ്റ്റാൻഡ്. അപ്പോൾ അതാ ഒരു ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു സാറ. ഖാലൽ അബു ആ സമയത്ത് ഉപ്പ പറഞ്ഞു: നഅം അതെ. വലാകിൻ അൽ വുഖൂഫ് ഹുനാക മംനൂൻ അവിടെ നിർത്താൻ പാടില്ല. അൽ വുഖൂഫ് മംനൂൻ എന്ന് പറഞ്ഞാൽ നോ പാർക്കിംഗ് എന്നാണ്. പക്ഷേ മോളെ, ഇവിടെ വാഹനം നിർത്താൻ പറ്റുകയില്ല, സാധ്യമല്ല. അത് നോ പാർക്കിംഗ് ഏരിയയാണ്. അൽ വുഖൂഫ് മംനൂൻ എന്ന് പറഞ്ഞാൽ നോ പാർക്കിംഗ്. അവിടെ വാഹനം, വണ്ടി നിർത്താൻ പറ്റുകയില്ല. നോക്കൂ അടുത്ത പാരഗ്രാഫ്. അങ്ങനെ ഔഖഫൽ വാലിദു അൽ ജവ്വാലത്ത പിതാവ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ നിർത്തി.
ഔഖഫ നിർത്തി. എവിടെ നിർത്തി? ഫി മിൻതൊക്കത്തിൽ വുഖൂഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം പാർക്കിംഗ് ഏരിയ. മിൻതൊക്കത്തുൽ വുഖൂഫ് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ടൗണിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ആ പാർക്കിംഗ് ഏരിയയിൽ അദ്ദേഹം തൻ്റെ സ്കൂട്ടർ നിർത്തി. സുമ്മ മശയ, പിന്നെ അവർ രണ്ടുപേരും നടന്നു. മഷ മഷയ, ഫാല ഫാല ആ രൂപം. സുമ്മ മഷയ, പിന്നെ അവർ രണ്ടുപേരും നടന്നു. അലാ മമരുൽ മുസാത്തി, ഏതിലൂടെ? ഫുട് പാത്തിലൂടെ. മമറുൽ മുസാത്ത്, ഇതിലൊരുപാട് വേർഡ്സ് വാക്കുകളുടെ അർത്ഥം പഠിക്കാണ്ട്. മമറുൽ മുസാത്ത് എന്ന് പറഞ്ഞാൽ ഫുട് പാത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ, വലിയ സിറ്റികളിലൊക്കെ എന്താണ് കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള സ്ഥലമാണ് മമറുൽ മുസാത്ത് അഥവാ ഫുട് പാത്ത്. അപ്പോൾ ഫുട് പാത്തിലൂടെ ഇവർ രണ്ടുപേരും നടന്നു. ഹംസ ദഖായിക്ക, എത്ര സമയം? 5 മിനിറ്റ് അവർ നടന്നു. ഹംസ് നമുക്കറിയാം 5. ദഖായിക്ക്, ദഖീഖത്തിൻ്റെ ജമാണ് ദഖായിക്ക്, മിനിറ്റ്സ്, മിനിറ്റുകൾ. അപ്പോൾ ഫുട് പാത്തിലൂടെ പിന്നീട് ഇവർ 5 മിനിറ്റ് നടന്നു. വലമ്മ അറാദൽ വാലിദു അൻ യാബുറ ഷാരിഅ, അങ്ങനെ പിതാവ് റോഡ് യാബുറു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ക്രോസ് ചെയ്യുക, മുറിച്ച് കടക്കുക. അപ്പോൾ വലമ്മ അറാദൽ വാലിദു, പിതാവ് ഉദ്ദേശിച്ചപ്പോൾ, അൻ യാബുറ ഷാരിഅ, റോഡ് ക്രോസ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ, മനാതുഹു സാറ, സാറ അദ്ദേഹത്തെ തടഞ്ഞു. മനാമാന തടഞ്ഞു. വഖാലത്ത്, അവൾ പറഞ്ഞു, ലാ, വേണ്ട ഉപ്പ. ലാ, മറിക്കു അടുത്ത പേജ്. ലാ യാ ബാബ എന്നാണ്. ലാ യാ ബാബ, വേണ്ട ഉപ്പ. ഹുനാക്ക മാബറുൽ മുസാത്ത്, അവിടെ മാബറുൽ മുസാത്ത് ഉണ്ട്. കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഹുനാക്ക മാബറുൽ മുസാത്തി, അവിടെ കാൽനടയാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതാണ് മാബറുൽ മുസാത്തിൻ്റെ അർത്ഥം. നമ്മൾ സീബ്ര ലൈൻ എന്നൊക്കെ പറയും. മാബറുൽ മുസാത്ത്, സീബ്ര ലൈൻ അല്ലെങ്കിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സ്ഥലം എന്നാണ് മാബറുൽ മുസാത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യേണ്ട, കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഹുനാക്ക മാബറുൽ മുസാത്തി, അവിടെ എന്തുണ്ട്? കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. സുമ്മ ദഖല, പിന്നെ അവർ രണ്ടുപേരും പ്രവേശിച്ചു. ഫി മഹലിൽ അഖ്മിശത്തി, എവിടെ? ടെക്സ്റ്റൈൽസിൽ, തുണിക്കടയിൽ പ്രവേശിച്ചു. വസ്തറയ, അങ്ങനെ അവർ രണ്ടുപേരും വാങ്ങി. ഇസ്തറ ഇസ്തറയ, അവർ രണ്ടുപേരും വാങ്ങി. തന്നൂറത്തൻ, എന്ത്? ഒരു സ്കേർട്ട്, ഒരു പാവാട വാങ്ങി. ഫസാത്തീന ജമീല, ഭംഗിയുള്ള. ഫസാത്തീൻ അർത്ഥം മാക്സികൾ. ഫുസ്താൻ എന്നതിൻ്റെ മുഫ്രദ്. ഫുസ്താനുൻ ജമ്മുഹു ഫസാത്തീനുൻ, മാക്സികൾ. അപ്പോൾ ഭംഗിയുള്ള മനോഹരമായ മാക്സികളും സ്കേർട്ട്, പാവാടയുമൊക്കെ അവർ വാങ്ങി. തെന്നൂറത്തിൻ്റെ അർത്ഥം സ്കേർട്ട്, പാവാട, ഫസാത്തീൻ, മാക്സികൾ, ഇതൊക്കെ അവർ വാങ്ങിച്ചു. എന്നിട്ടോ നോക്കുവോ, നെക്സ്റ്റ് പാരഗ്രാഫ്. വഇൻദ റുജൂഇ ഇലൽ മൻസിലി, അങ്ങനെ വീട്ടിലേക്ക് ഇവർ തിരിച്ചു വരുമ്പോൾ, റജാ റുജൂ, തിരിച്ചു വരുമ്പോൾ, സമിഅ ബൂഖൽ ഇസ്ആഫി, അവർ രണ്ടുപേരും അൽ ഇസ്ആഫ് നമ്മൾ പഠിച്ചാണ്, 6ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. സയ്യാറത്തുൽ ഇസ്ആഫ്, എന്താർത്ഥം? അതെ, ആംബുലൻസ്. അപ്പോൾ സയ്യാറത്തുൽ ഇസ്ആഫ് അല്ലെങ്കിൽ വെറും അൽ ഇസ്ആഫ് എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണ്? ആംബുലൻസ്. ആ ആംബുലൻസിൻ്റെ ബൂക്ക് മാന ഹോണ്, അതിൻ്റെ ആ പ്രത്യേക ശബ്ദത്തിനാണ് എന്ത് പറയുക? ബൂക്ക് എന്ന് പറയുക. അപ്പോൾ ബൂക്കൽ ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിൻ്റെ ഹോണ് അവർ രണ്ടുപേരും കേട്ടു. അപ്പോൾ ഇവർ ടെക്സ്റ്റൈൽസിൽ നിന്ന് വസ്ത്രമൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ അവർ ആംബുലൻസിൻ്റെ ഹോണ് കേട്ടു. നളറൽ വാലിദു, അപ്പോൾ പിതാവ് നോക്കി. നഹ്വഹു, അതിൻ്റെ ഭാഗത്തേക്ക്, നഹ്വ എന്ന ആ ദിശയിലേക്ക്, ആ ഭാഗത്തേക്ക് നോക്കി. ഫറഅ ജമാഅത്ത മിനൻ നാസി, അപ്പോൾ അദ്ദേഹം ഒരു കൂട്ടം ആളുകളെ കണ്ടു. യഖിഫൂന ഫിശ്ശാരിഇ, അവർ റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ റോട്ടിൽ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്, അവരവിടെ നിൽക്കുന്നുണ്ട്. യഖിഫു, നിൽക്കുക. അവിടെ എന്താ സംഭവിച്ചത്? ഹാദിസത്തു സയ്യാറത്തിൻ, ഒരു കാർ അപകടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഹാദിസത്ത് ആക്സിഡൻറ്റ്, സയ്യാറ കാറ്. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ ഹാദിസത്തു സയ്യാറ എന്ന് പറഞ്ഞാൽ ഒരു കാർ അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നു. സാലൽ വാലിദു റജുലൻ ഹുനാക്ക, ആ സമയത്ത് അവിടെയുള്ള ഒരാളോട് പിതാവ് ചോദിച്ചു, അവിടെയുള്ള
ഒരു മനുഷ്യനോട് പിതാവ് ചോദിച്ചു, എന്ത്? കൈഫ ഹദസത്ത് ഹാദിഹി യാ സ്വദീഖി, ഈ അപകടം എങ്ങനെ സംഭവിച്ചു? ഹദസ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു. കൈഫ ഹദസത്ത് ഹാദിഹി യാ സ്വദീഖി, എൻ്റെ കൂട്ടുകാരാ ഇതെങ്ങനെ സംഭവിച്ചു? ഈ ആക്സിഡൻറ്റ് എങ്ങനെ പറ്റി? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, കാനത്തി സയ്യാറത്തു മുസ്രിഅതൻ, കാറ് വളരെ സ്പീഡിലാണ് വന്നത്. കാനത്തെ സയ്യാറത്തു, കാർ ആയിരുന്നു, മുസ്രിഅതൻ, അത് വേഗതയുള്ളതായിരുന്നു, നല്ല ഓവർ സ്പീഡിലാണ് കാറ് വന്നത്. പിന്നെയോ വസ്സവ്വാഖു, നേരത്തെ നമ്മൾ പഠിച്ചു സായിക്ക് അല്ലെങ്കിൽ സവ്വാഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ, സവ്വാഖ് ഡ്രൈവർ. ലം യർബുത്തു ഹിസാം അൽ അമാൻ, അദ്ദേഹം സേഫ്റ്റി ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലം യർബുത്തു, റബത്ത യർബുത്തു എന്ന് പറഞ്ഞ അർത്ഥം ബന്ധിക്കുക, കെട്ടുക എന്നാണ്. ഹിസാമുൽ അമാൻ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ബെൽറ്റ് അല്ലെങ്കിൽ സുരക്ഷാ ബെൽറ്റ്, അല്ലേ? നമ്മൾ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നതാണ് ഹിസാമുൽ അമാൻ. അതിൻ്റെ ശരിക്കർത്ഥം സേഫ്റ്റി ബെൽറ്റ് അല്ലെങ്കിൽ സുരക്ഷാ ബെൽറ്റ് അദ്ദേഹം ധരിച്ചിരുന്നില്ല, അല്ലേ? അപ്പോൾ ചെറിയ കാറ് പോലത്തെ ഉള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സേഫ്റ്റി ബെൽറ്റ് ധരിക്കണം, അത് ഇടണം. ഈ ഡ്രൈവർ അത് ഇട്ടിരുന്നില്ല. പിന്നെയോ വലം യൻളുർ ഇല അൽവാഇൽ ഇഷാറത്തി, അദ്ദേഹം ഇഷാറത്തിൻ്റെ സിഗ്നൽ ലൈറ്റുകൾ അദ്ദേഹം നോക്കിയുമില്ല. വണ്ടി ഓടിച്ച് മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം ഇഷാറത്ത്, അൽവാഉൽ ഇഷാറ, സിഗ്നൽ ലൈറ്റുകൾ അദ്ദേഹം ശ്രദ്ധിച്ചില്ല, അത് നോക്കിയതുമില്ല. അതുകൊണ്ടാണ് ഈ അപകടം സംഭവിക്കാൻ കാരണം. ഹുവൽ ആനഫിൽ മുസ്തഷ്ഫ, അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്, ആശുപത്രിയിലാണുള്ളത്. ഫഖാലത്ത് സാറ, ഇത് കേട്ടപ്പോൾ സാറ പറഞ്ഞു, അസ്സുറഅത്തു ഖാത്തില, അതെ, സ്പീഡ് അത് നാശമാണ്, വേഗത നാശത്തിലേക്കാണ് നയിക്കുന്നത്. അസ്സുറഅത്തു, സ്പീഡ്, ഖാത്തിലത്തുൻ, അത് കൊല്ലുന്നതാണ്, അത് നാശത്തിന് കാരണമാകുന്നതാണ്, അല്ലേ? ഇതാണ് നമ്മുടെ ഹെഡിങ്, അസ്സുറഅത്തു ഖാത്തില. അങ്ങനെ വസ്വല ഇലൽ ബൈത്തി, അവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തി. ഖബലൽ ഉറൂബി, എപ്പോൾ? സൂര്യാസ്തമയത്തിന് മുമ്പ്. ഉറൂബിൻ്റെ അർത്ഥം അസ്തമയം. അപ്പോൾ വസ്വല, അവർ രണ്ടുപേരും എത്തിച്ചേർന്നു, ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഖബലൽ ഉറൂബി, സൂര്യാസ്തമയത്തിന് മുമ്പായിട്ടവർ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് അസ്സുറഅത്തു ഖാത്തില എന്ന പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് താഴെ നമുക്കൊരു പ്രവർത്തനം ചെയ്യാനുണ്ട്, ഒരു പഠന പ്രവർത്തനം ചെയ്യാനുണ്ട്. നോക്കൂ, അത് വായിക്കാം. നുറാജിഉൽ ഹിക്കായത്ത, ഇപ്പം നമ്മൾ വായിച്ച ഈ സംഭവം ഒന്നുകൂടി എടുത്ത് വായിക്കുക, അതൊന്ന് അവലോകനം ചെയ്യുക. എന്നിട്ട് വനുഇദ്ദു ലായിഹാത്തിൽ ഇർഷാദാത്തി, ആ പാഠത്തിൽ നിന്ന് നമുക്ക് എന്താണ്? ബോർഡുകൾ നിർമ്മിക്കാം. ലായിഹാത്തുൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾ നൽകുന്ന ബോർഡുകൾ, സൈൻ ബോർഡുകൾ നമുക്ക് നിർമ്മിക്കാം. കമാഫിൽ മിസാലി, മാതൃകയിൽ കാണിച്ച പോലെ. ഇവിടെ ഒരു ബോർഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഇൽബസിൽ ഖൂദ ഇൻദ റുഖൂബിൽ ജവാല, അല്ലേ? നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചാണ്. ഇൽബസിൽ ഖൂദ എന്ന് പറഞ്ഞാൽ ഹെൽമറ്റ് ധരിക്കണം. എപ്പോൾ? ഇൻദ റുഖൂബിൽ ജവാലത്തി, സ്കൂട്ടർ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിക്കണം, അല്ലേ? ഇതുപോലെ നമുക്ക് ഏതായാലും ഒപ്പം നമ്മൾ പറഞ്ഞല്ലോ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് വേണം? അവിടെ സീറ്റ് ബെൽറ്റ് ധരിക്കണം അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ധരിക്കണം. ഇതുപോലെ എങ്ങനെ എഴുതും? റബത്ത യർബുത്തു നമ്മൾ പറഞ്ഞു, അല്ലേ? ഇവിടെയൊക്കെ അംബ്രെടുത്ത് എഴുതണം. ഇൽബസ്, കണ്ടോ? ഇൽബസ് അംബ്രഫീൽ. അതുപോലെ ഇവിടെ എങ്ങനെ വരും? റബത്ത യർബത്തു എന്നുള്ളതിൻ്റെ അംബ്രഫീൽ എങ്ങനെ വരും? ഈ റൊബിത്തു എന്ന് വരും, ഈ റൊബിത്തു. അപ്പോൾ ഈ റൊബിത്ത് ഹിസാമുൽ അമാൻ, ഈ റൊബിത്ത് ഹിസാമൽ അമാൻ. അപ്പോൾ ഒരു ബോർഡായി. നീ സീറ്റ് ബെൽറ്റ് ധരിക്കുക. എപ്പോൾ? ഇൻദ റുകൂബിൽ അല്ലെങ്കിൽ ഇൻദ ഖിയാദത്തി സയ്യാറ അല്ലെങ്കിൽ ഇൻദ റുകൂബി സയ്യാറ, കാർ ഓടിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇതുപോലെയുള്ള ബോർഡുകൾ ഈ പാഠത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? പാർക്കിംഗ് ഏരിയ, ഇതൊക്കെ ഓരോ ബോർഡ് തന്നെയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ, അതിൻ്റെ അറബി എന്താണ്? പറയൂ. അതെ, മിൻ തൊക്കത്തുൽ വുഖൂഫ്, അല്ലേ? അപ്പോൾ അതൊരു ബോർഡായി. പാർക്കിംഗ് ഏരിയൻ്റെ അവിടെ നമുക്കൊരു ബോർഡ് വെക്കണം. പാർക്കിംഗ് ഏരിയ, അതിന് അറബിയിൽ എങ്ങനെ എഴുതുക? മിൻ തൊക്കത്തുൽ വുഖൂഫ്. ഇനി എന്താണ്? ഫുട് പാത്ത് എന്ന് നമ്മൾ വായിച്ചു. ഫുട് പാത്ത്, അതിൻ്റെ അറബി എന്താണ്? മമറുൽ മുഷാത്ത്, മമറുൽ മുഷാത്ത്, ഫുട് പാത്ത്. അതുപോലെ
സീബ്ര ലൈൻ, റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലം, അതിൻ്റെ അറബി വാക്യം നമ്മൾ പാടുത്തുന്നുണ്ട്, കണ്ടെത്തി നിങ്ങൾ എഴുതിയാൽ മതി. എന്താണ്? മാബറുൽ മുഷാത്ത്, മാബറുൽ മുഷാത്ത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതുപോലെ പാടത്തുനിന്ന് എന്താണ് ബോർഡുകൾ കണ്ടെത്തി എഴുതുക. മാബറുൽ മുഷാത്ത്, സീബ്ര ലൈൻ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ വേഗത നാശമാണ്, അല്ലേ, വേഗത കൊല്ലുന്നതാണ്, ഇതും ഒരു ബോർഡാക്കി എഴുതാം. അസ്സുറാത്തു ഖാത്തില, അസ്സുറാത്തു ഖാത്തില. അപ്പോൾ ഇതുപോലെയുള്ള ബോർഡുകൾ പാടത്ത് നിന്ന് കണ്ടെത്തി നിങ്ങൾ എഴുതുക. ഇത് നിങ്ങൾക്ക് എഴുതാൻ കഴിയും, വളരെ എളുപ്പമാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി പഠന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.